സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. അരുമനാഥനായ കർത്താവിൻ്റെ ധന്യനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കർത്താവ് ശക്തീകരിച്ചിരിക്കുന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. വിവിധങ്ങളായ വഴികളിലൂടെ നടന്നു നീങ്ങേണ്ടുന്നതാണ് ജീവിതം. വ്യത്യസ്ത ജീവിതാനുഭവങ്ങൾ ജീവിത യാഥാർത്ഥ്യമാകുമ്പോൾ അവയെ വിജയപ്രദമാക്കി തീർക്കുവാൻ ദൈവകൃപ കൂടിയേ തീരൂ. ആയതിനാൽ ജീവിതത്തിൻ്റെ വഴികളിൽ പാതയ്ക്ക് പ്രകാശമായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം തീരുകയാണ്. അതിനാൽ നാഥനെ നനച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വഴികളിലായിരിക്കുക. എല്ലാ വഴികളും നേരെയാക്കുന്ന, എല്ലാ വഴികളിലും കൂടെയിരിക്കുന്ന കർത്താവിനെ ജീവിത അനുഭവങ്ങളിലൂടെ മുഖാമുഖമായി കാണാൻ കഴിയും. പ്രത്യേകാൽ ജ്ഞാനവാക്യങ്ങളിലൂടെ, പരിജ്ഞാനവാക്യങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നു. സ്വയമായി തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്, സ്വയമായ പരിജ്ഞാനം തോന്നരുത്. കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൻ്റെ വഴികളിൽ നടപ്പാൻ അഭ്യസിക്കുവാൻ ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിൻ്റെ വഴികളോ ദോഷം വിട്ടുമാറി, തിന്മയായതിനെ വിട്ടുമാറി നന്മയ്ക്കായുള്ള പ്രയാണമായി തീരും. അത്തരത്തിൽ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. കരുണാമയനും മഹാപരിശുദ്ധനും പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങൾ വിനയപ്പെടട്ടെ. അങ്ങ് നടത്തുന്ന വഴികളിലൂടെ നടപ്പാൻ പ്രാപ്തീകരിക്കണമേ. ജീവിതയാത്ര സ്വയത്തിൽ ആശ്രയിച്ചല്ലാതെ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാനിട വരുത്തണമേ. സ്വയമായി ജ്ഞാനിയാകാതെ ദൈവിക പരിജ്ഞാനത്തിനായി ജീവിതത്തെ തന്നെ സമർപ്പിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിലൂടെ ആരോഗ്യമെന്ന അനുഭവം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അനർത്ഥമാക്കുവാൻ ഇടവരുത്തണം. കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ദൈവകൃപയാൽ അനുഗ്രഹീതരാകുവാൻ ഇടവരുത്തണമേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളും കുടുംബ ജീവിതങ്ങളും പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളുമെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഞങ്ങളുടെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ ഇടവരുത്തണമേ. സ്വർഗീയ സാന്നിധ്യം ഞങ്ങൾക്ക് പകരണമേ. നന്മയാൽ തിന്മയെ ജയിപ്പാൻ ഇടവരുത്തണമേ. സ്വർഗീയ കൃപയാൽ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം, സഹവാസം, കൂട്ടായ്മ നമുക്ക് ഏവർക്കും തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.